ഉത്രാടപ്പാച്ചിൽ എന്ന് കേട്ടിട്ടില്ലേ? അതെ, ഉത്രാടപ്പാച്ചിൽ തന്നെ. ഉത്രാടപ്പാച്ചിൽ നമ്മൾ നേരെ പോയത് സന്തോഷം വെഡ്ഡിങ് സെൻറ്ററിൽ ഓണക്കോടി എടുക്കാനാണ്. ഇന്ന് കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു 12 വരെ 1 മണി ആകുമ്പോഴാണ് തിരക്കുണ്ടാവുക. നമ്മൾ എപ്പോൾ പോയാലും തിരക്കായിരിക്കും. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം പോയപ്പോൾ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തൃപ്തിയോടെ ഓണക്കോടി എടുക്കാൻ പറ്റിയിട്ടാ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ 5 ലക്ഷം പൂക്കളിൽ തീർത്ത വിസ്മയ ലോകം ദുബായ് മിറാക്കിൾ ഗാർഡൻ തന്നെ ഉള്ളത്. നമ്മൾ പോയി നോക്കിയിട്ട് പറയാം എന്തൊക്കെയുണ്ട് അതിൻ്റെ അവസ്ഥകൾ കേട്ടോ. ഓക്കെ, ഒരാൾക്ക് ടിക്കറ്റിന് 150 രൂപ. അത് അഡൽട്ട് ഓർ ചൈൽഡ് എങ്ങനെയായാലും ഒരാൾക്ക് 150 രൂപയാണ്. 4 ടിക്കറ്റ് എടുത്താൽ ഒരു ടോപ്പ് തിയേറ്റർ എന്ന് വെച്ചൊരു സംഭവമുണ്ട്. അവിടെ ഒരാൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം, കയറി നോക്കട്ടെ. ഫസ്റ്റ് നമ്മൾ കയറുന്ന എൻട്രി എന്താ പറയുക, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മളൊരു ഗാർഡനിൽ കയറിയ പോലെ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എൻട്രി എൻ്റെ എന്താ രസം, എന്തൊരു ഭംഗിയുള്ള. അതെങ്ങനെയാണ് അവർ ഡെക്കറേഷൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചതെന്ന് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 5 ലക്ഷം പൂക്കളെന്ന് തന്നെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച 5 ലക്ഷം ഒന്നും ഉണ്ടാവില്ല ഒക്കെ. പക്ഷേ ഒരു ഒന്നൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ക്യാമറമാനായിട്ട് ഇപ്രാവശ്യം വിനുവാട്ടനാണ് വന്നത്. ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ചെയ്യേണ്ട പണി കിട്ടിയില്ല, വിനുവാട്ടൻ ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ നേരെ പക്ഷികളുടെ അവിടത്തേക്ക് പോയത്. അവിടെ പോയപ്പോൾ അത് പറഞ്ഞിട്ട് തോളിൽ നിന്ന് എനിക്ക് പേടിയായിരുന്നു കേട്ടോ. ആള് പണി തരുവോ കൊത്തുവോ കണ്ണിന് കൊത്തുവോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ആളുമായിട്ട് ഞാനങ്ങ് കമ്പനി ആയിട്ടാ. പിന്നെ ആളടങ്ങി നിന്നു. എന്നാലും ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു, കൊത്തുവോ എന്നുള്ള. അതിനുശേഷം ഇയാളടുത്തേക്ക് വന്നു. ഇത് കരയുന്നുണ്ട്. കിവി നമ്മളോട് ഹലോ ഹായ് ബായ് ഒക്കെ പറഞ്ഞതിന് ശേഷം അടുത്തതായി നമ്മൾ ഈ വിദ്വാനടുത്ത് പോയി. ഞാൻ ജസ്റ്റ് പൂച്ചേനെ കണ്ടെങ്കിൽ നമ്മളൊരു മ്യാവ് സൗണ്ട് ഇടുമല്ലോ, ആ സൗണ്ട് ഇട്ടപ്പോൾ ഇയാൾ എന്നോട് സൗണ്ടാക്കി. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് ഇട്ട് കുറച്ച് സമയം കഴിച്ചു കൂട്ടാ. ആൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം മ്യാവ് ആക്കിയപ്പോൾ എന്നോട് കൂട്ടുകൂടി ചെയ്തു. പിന്നെ ആൾക്ക് ഭയങ്കര ദേഷ്യം. നമ്മളെയല്ലേ കാണുന്നുള്ളൂ. ഇവിടെയാണ് പക്ഷികളെയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്കൂടി ലവ് ബേർഡ്സ് ഒക്കെ പാറി നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പക്ഷികളും കിളികളും ആസ്വദിച്ച് പാറുന്നുണ്ട്. ചില പക്ഷികളെ കൂട്ടിലടച്ചിട്ടുള്ളത് നെറ്റ് കെട്ടിയിട്ട് ചില പക്ഷികൾ പാറുന്നുണ്ട്. മരച്ചില്ലയിൽ നിന്ന് മറ്റൊരു മരച്ചില്ലയിലൊക്കെ പാറുന്നുണ്ട് കേട്ടോ. നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യത്തിൽ ഈ ഫസ്റ്റത്തെ എൻട്രിയും ഈ ഒരു
ഈ ഒരു സെറ്റിങ്ങുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. വഴിയെ നമുക്ക് ഓരോന്ന് കാണാം. സത്യത്തിൽ എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. പിന്നെ നമ്മൾ ഒരു ഭീമനാമയെ കണ്ടു കേട്ടോ. ഭീമനാമ ഓക്കെയാണ്. ആള് ഒരു പാവാണ് കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ തന്നെ ഉള്ളോട്ടേക്കേ പോയി. ഇത് നമ്മളെ ലവ് ബേർഡ്സ് ആണെന്ന് തോന്നുന്നു. തത്തേനെ പോലെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച തത്തയാണ്. തത്തയല്ല, ഇത് കാട്ടുപോത്തിൻ്റെ തലയാണെന്ന് അവർ പറഞ്ഞത്. എനിക്കറിയില്ല, അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞിരിക്കുന്നത് കാട്ടുപോത്തിൻ്റെ തലയാണെന്ന്. ഇവിടെ രണ്ടാൾ അടി കഴിയാം. ആ കടിയും അടിയൊക്കെ കഴിയാന്ന് രണ്ടുപേരും. ഇതാണ് ഞാൻ പറഞ്ഞ ഭീമനാമ കേട്ടാ. പുള്ളിക്കാരൻ ഭയങ്കര പേടിച്ചിരിക്കുക. പതുങ്ങി നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഒരു സ്ഥലത്തേക്ക് പതുങ്ങി പോവാണ് കേട്ടോ ഈ ഭീമനാമ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ടാക്കീസ്. 4 ആളുണ്ടെങ്കിൽ 4 ആളിൽ ഒരാൾക്ക് ടിക്കറ്റ് ഒരു ഹൊറർ എന്താ പറയാ, ഒരു 3D പിക്കാണ്. ഈ റൂമിലുള്ള കയറുന്ന അവരൊരു ഇത് ചെയ്യും. അപ്പോൾ നമ്മുടെ താഴോട്ടേക്കും മുകളിലോട്ടേക്കും അങ്ങോട്ട് സൈഡിലൊക്കെ പോകുന്ന പോലെ തോന്നും, തല കറങ്ങുന്ന പോലെയുള്ളൂ. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഫുഡടിക്കാനാണ്. ഫുഡടിയില്ലാത്ത എന്ത് ജീവിതമുള്ളതല്ലേ. നമ്മൾ നേരെ കണ്ണൂർ ശ്രീദേവി ഹോട്ടലിലേക്ക് പോകും.